ഹലോ, നമ്മളിപ്പോൾ എവിടെയാണെന്നല്ലേ? നമ്മൾ ഡൽഹിയിൽ ആഗ്രയിലാണേ. എൻ്റെ ചേട്ടൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് പോകണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. 2 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ആഗ്രയിലെത്തി കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉള്ള റൂം എടുക്കാമെന്ന് വിചാരിച്ച് സമയമായപ്പോൾ അത് കിട്ടില്ല, അത് ഫുള്ളായി. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് യൂട്യൂബ് റെഫറൻസൊക്കെ വെച്ച് നമ്മളൊരു ഹോട്ടൽ കണ്ടെത്തി. അങ്ങനെ അങ്ങോട്ടായി അടുത്ത യാത്ര. റൂം നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു കേട്ടോ. 1200 രൂപയായിരുന്നു നമുക്ക് ഈ റൂമിന് പറയുന്ന ബഡ്ജറ്റ്. കുറച്ച് ബാർഗെയിൻ ചെയ്തിരുന്നെങ്കിൽ കുറവായിരുന്നു. നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ അപ്പോൾ നിന്നില്ല. ഹീറ്റർ, കൂളർ, ടി വി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടി വി എന്തോ വർക്ക് ആവാത്ത പോലെ നമുക്ക് തോന്നി, നമ്മളിട്ടില്ല. പിന്നെ ഹീറ്റർ, കൂളറും നമ്മൾ ചെന്ന സമയത്ത് ഓഫായിരുന്നു. അവർ രാവിലെ എന്തോ ആണ് ഒരു ഓണാക്കിയത്. നമ്മൾ ചെന്ന് പിന്നെ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കേണ്ടി വന്നു. അങ്ങനെ കുളിച്ച് ഫ്രഷ് ചെയ്യാൻ നമ്മൾ താഴോട്ട് ഇറങ്ങി കേട്ടോ. ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അതിൻ്റേതായ ഒരു പേടി ഉണ്ടായിരുന്നു. ഇല്ലയെന്ന് പറയുന്നില്ല, ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഹോട്ടൽ വന്നിട്ട് എവർഗ്രീൻ എന്നായിരുന്നു കേട്ടോ പേര്. പിന്നെ കൂടുതൽ റോഡിൽ കൂടെ നടക്കുന്ന അത്ര സേഫ്റ്റി അല്ല, വണ്ടിയൊന്നും ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകുന്നത്. പിന്നെ നമ്മുടെ നാടിൻ്റെ അത്ര വരത്തില്ലല്ലോ, ഇത് വേറെ അല്ലേ, ഡൽഹി. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിൽ പോയി നൈറ്റ് ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത്. നമ്മളിവിടെ ഓർഡർ ചെയ്തിരുന്ന ചിക്കൻ ഫ്രൈഡ് റൈസും റൊമാലി റൊട്ടിയായിരുന്നു കേട്ടോ. എന്തോ ഒരു മസാല രീതിക്കുണ്ടായിരുന്നു, പക്ഷേ തിരക്കിയിട്ടില്ല, കൊള്ളായിരുന്നു, ഫുഡ് നല്ലതായിരുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടക്കാനുള്ള തയ്യാറെടുപ്പായി കേട്ടോ. നാളെയാണ് നമ്മൾ സൈറ്റ് സീയിങ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വിശേഷം നമുക്ക് വഴിയേ പറയാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.